ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് അക്ബർ രേണുസുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയം ചർച്ച ചെയ്യും. അതിന് ഭയങ്കരമായിട്ട് ലാലേട്ടൻ പൊട്ടിത്തെറിക്കും. അക്ബറിന് നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുക്കും. രേണുവിനോട് ഇതേക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കും എന്നൊക്കെയായിരുന്നു. ഏറെക്കുറെ ലാലേട്ടനൊക്കെ അതൊക്കെ കണക്കാക്കി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാകുക. അക്ബറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. എന്നാൽ നേരെ തിരിഞ്ഞ് രേണുസുധിയുടെ അടുത്ത് വന്നപ്പോൾ രേണുസുധി സംസാരിച്ചത് ആകെ ഈ വിഷയത്തെ അങ്ങ് താഴ്ത്തിക്കളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം അതൊരു തമാശ രീതിയിൽ രേണുസുധി പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു രേണുസുധിക്ക് അത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചമ്മി നാറിപ്പോയി ലാലേട്ട, ചമ്മിപ്പോയി, കുറവായിപ്പോയി, ചമ്മിപ്പോയി എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ശരിക്കും അങ്ങനെ അല്ലായിരുന്നു ആ വിഷയത്തെ രേണുസുധി പറയേണ്ടത്. ശരിക്കും അവിടെ രേണുസുധിയെ അപമാനിക്കപ്പെട്ടു എന്ന് തന്നെ കൃത്യമായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം അങ്ങനെ അവിടെ തീരില്ലായിരുന്നു. അക്ബറിന് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. കാരണം അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടേണ്ട വാക്കാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നത്. നിസ്സാര സംഗതിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അത്രയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാണ്. മറ്റു മത്സരാർത്ഥികളൊക്കെ ഇത് കേട്ട് ഞെട്ടിയതാണ് ഇങ്ങനെ ഒരു പേരിട്ടത്. ഒരു ഓമന പേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരട്ട പേരിടുമ്പോൾ ഇത്തരം പ്രയോഗം പ്രയോഗിക്കുന്നത് വളരെ മോശമായിപ്പോയി. കാരണം ഇതൊരു വൈരാഗ്യം വെച്ചുകൊണ്ട് മാത്രമാണെന്ന രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർക്കടക്കം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം. കാരണം എനിക്ക് തോന്നുന്നു രേണുസുധിക്ക് പുറത്തൊരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുധിയെ കുറച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നല്ല ഇമേജ് വരും എന്നൊക്കെ അക്ബർ കരുതി കൊണ്ടാണോ ഇത് പറഞ്ഞത് എന്നാണ്. എന്തായാലും ആ വിഷയം ഇവിടെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെട്ടു. അങ്ങനെ പരിഹരിച്ചത് രേണുസുധിക്ക് ഒരു ആന മണ്ടത്തരം പറ്റിപ്പോയതാണ്. കാരണം അങ്ങനെയല്ലായിരുന്നു രേണുസുധി അവിടെ ലാലേട്ടൻ്റെ അടുത്ത് പ്രതികരിക്കേണ്ടത്. ഞാൻ നന്നായിട്ട് അപമാനിക്കപ്പെട്ടു ലാലേട്ട, എൻ്റെ ജീവിതത്തിൽ ഇത്തരം ഒരു അപമാനം ഏറ്റത് ഈ നിമിഷമാണ്, അതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് എന്ന് രേണുസുധി പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം കുറച്ചും കൂടി ഒന്ന് ലാലേട്ടൻ ഒന്ന് രൂക്ഷമാക്കിയേനെ, കടുത്തൊരു നടപടിയിലേക്ക് നീങ്ങിയേനെ. അക്ബറിനെ പുറത്താക്കുന്നല്ല, അക്ബറിന് കുറച്ച് രണ്ട് വാക്കുകൾ കേൾക്കേണ്ടിയിരുന്നു. അത് ഒന്നും ഉണ്ടായില്ല, അതവിടെ പരിഹരിക്കപ്പെട്ടു എന്നതാണ്. എന്നാലും ലാലേട്ടൻ നല്ലൊരു പരിഹാരം അവിടെ കാണിച്ചു പിന്നീട്. അതായത് ഒരാഴ്ച രേണുസുധിയുടെ അടുത്ത് നിന്നിട്ട് അവിടെ ഇതല്ല രേണുസുധി എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം അക്ബറിനെ ഏൽപ്പിച്ചത് നല്ലൊരു തീരുമാനമായി. എന്താ രേണുസുധിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.